ഹായ്, ഒരുപാട് സന്തോഷത്തിലുള്ളത്. നമ്മളൊരു സ്ഥലത്തേക്ക് പോക്കാന്ന് ഞാൻ മാത്രമല്ല. നിതീഷ് ഉണ്ട്. നിതീഷിനെ എല്ലാവരും ചോദിക്കലുണ്ട് വീഡിയോയിൽ. നിതീഷ് എടുത്തു നോക്കും. നിതീഷ് എന്തെല്ലോ തിരക്കിലാണ്. നിതീഷ് ഇടിയുണ്ട്, നവജോത് ഇടിയുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് പിന്നെ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഭിനാഷ് ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് കാര്യം? ഒരു സർപ്രൈസാണ്. നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നമ്മളിവിടെ എത്തി. ഇതിൻ്റെ പുറത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് വീട്ടിലേക്ക് പോവാം. ബാക്കി കാഴ്ചകൾ നമ്മൾ വീട്ടിൽ നിന്ന് കാണാം. ഇത് ചെക്കിക്കടവ്, കണ്ടക്കൈ പറമ്പ് ചെക്കിക്കടവ് റോഡാണ്. ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വായനശാലയുണ്ട്. വായനശാലയുടെ പേര് എനിക്കറിയില്ല. കൃഷ്ണപിള്ള സ്മാരക വായനശാല. അപ്പോൾ ഈ വായനശാലേൻ്റെ തൊട്ടിട്ടുള്ള ലെഫ്റ്റ് റോഡ് കിട്ടൂലടാ ചോദേ വണ്ടി ഇടുന്നുണ്ടോ നോക്കാന്ന് പറഞ്ഞാൽ വണ്ടി തെറ്റായിട്ടേക്കറേ. അങ്ങനെ അഭിനാഷ് ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അഭിനാഷ് ചേട്ടൻ്റെ വീട് കേട്ടാ. നമ്മൾ വരുന്നൊന്നും അറിയില്ല, പറഞ്ഞിട്ടൊന്നുമില്ല. ബെല്ലടിക്കാം. സ്വപ്നം. ആ അഭിയേട്ടാ വാടാ. ഇവൻ ഇന്ന് സ്കൂളിൽ പോയില്ല അല്ലേ? ഇന്നും പോയിട്ടില്ല നീ സ്കൂളിൽ. ഇന്ന് ലീവില്ല. അവൻ സ്വയം ലീവ് എടുത്തല്ല പിന്നെ. അഭിയേട്ടാ അപ്പോൾ എന്തുണ്ട്? ഇന്നലെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ ലോട്ടറി എടുത്തു. ഒരുപാട് സന്തോഷം. എന്ന് വെച്ചാൽ ഞാൻ എനക്ക് വീഡിയോ ചെയ്തതിൽ നിങ്ങളെക്കാൾ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്തിട്ട് അത് ആൾക്കാരെങ്ങനെ എടുക്കുന്നു ഒന്നും എനിക്ക് അറിയില്ലേനും. പക്ഷേങ്കിൽ അത് ആൾ കണ്ടു. ഒരുപാട് ആൾക്കാർ എനക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. എടുക്കേണ്ടത് നിങ്ങളെ നമ്പർ വെച്ചിട്ട് ഒരു വലിയ സന്തോഷം. അപ്പോൾ എന്നാ പറയണ്ടേ അറിയില്ല. അത്രയും സന്തോഷം എന്ന് വെച്ചാൽ ഇന്നലെ ആ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ മെസ്സേജും കാര്യങ്ങളും ഇങ്ങനെ വരുമ്പോൾ തന്നെ വാക്കുകളില്ല പറയാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുന്നവരോടും അത്രയും സന്തോഷം. അപ്പോൾ പിന്നെ അവയുടെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരെ ആഡാക്കിയിട്ടുണ്ട്. അതുപോലെ ഇനിയും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ആഡാക്കിയാൽ മതി. ദിവസം ലോട്ടറി വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. നമ്മളിപ്പം വന്നത് വേറൊരു കാര്യം കൂടി പറയാനാണ്. ഇന്നത്തെ ലോട്ടറിയെല്ലാം കഴിഞ്ഞാ കുറേ കഴിഞ്ഞല്ലേ? പൂജാ ബമ്പർ. എന്നോടൊരു ചങ്ങായി ഒരു പൂജാ ബമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു കൊടുക്കാം. നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വീഡിയോ കണ്ടിട്ട് എന്നെ ഒരു 12:30 ഒരു ചേച്ചി ഇസ്രയേലിൽ നിന്ന് വിളിച്ചു. ഇസ്രയേലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 12 മണിക്ക് ശേഷം ഒന്നും വരുന്ന ഫോണൊന്നും എടുക്കില്ല പൊതുവേ, പിന്നെ രാവിലെ തിരിച്ച് വിളിക്കണം. അപ്പോൾ അതെന്തോ അങ്ങനത്തെ ഒരു നമ്പർ കണ്ടേരം ഞാൻ അപ്പോൾ അത് എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, അക്ഷയ് നിൻ്റെ വീഡിയോ ഇപ്പം അത് കണ്ട് കഴിയുന്നു. അഭിനാഷിന് ഞാനൊരു 10,000 രൂപ നിൻ്റെ ഗൂഗിൾ പേയിലേക്ക് അയക്കാം, നീ ഒന്ന് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഒരുപാട് സന്തോഷം. അത് കേട്ടാൽ ശരിക്കും കണ്ണ് നിറഞ്ഞു. ഒരുപാട് സന്തോഷം. ഞാൻ രാവിലെ തന്നെ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പാടെന്നെ പറഞ്ഞാൽ എനിക്ക് പൈസ അയച്ചു തന്നു. ഡ്യൂട്ടിയിൽ അവിടെ നേഴ്സാണ്. പേരോ കാര്യങ്ങളോ ഒന്നും പറയണ്ട, എൻ്റെ സ്ഥലമോ കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്തണ്ട, നീ ആ പൈസ എടുത്തിട്ട് ഒന്ന് കൊണ്ടു കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അത്രയും വെച്ചാൽ എവിടുന്ന വിളിക്കുന്നത് വെച്ചാൽ ഞാൻ പാവന്നൂരിൻ്റെ, കണ്ണൂർ ജില്ലയിലെ ഒരു ഇങ്ങേ മൂലക്കുള്ള പാവന്നൂർ എന്ന് പറയുന്നൊരു ഗ്രാമത്തിലുള്ള ഞാൻ വന്നിട്ട് കണ്ടക്കൈയുള്ള അഭിനാഷ് ചേട്ടൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇസ്രയേലിലുള്ള ഒരു ചേച്ചി ആ വീഡിയോ കണ്ടിട്ട് പൈസ അയച്ചു വെച്ചാൽ ദൈവം എന്ന് പറയുന്നത് മൊത്തം ആണുള്ളത്, എല്ലാ സ്ഥലത്തും ഉള്ളത്. അത് ഏത് നിമിഷവും ഏടിയും നമ്മളെ തേടിയെത്താന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. ഇതൊരു എന്നാ പറയണ്ടല്ല, ഒരു അത്രയും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതാ ഞാൻ അപ്പാടന്നെ നിതീഷിനോട് ഞാൻ പറഞ്ഞു, നജോദിനോട് പറഞ്ഞു. നജോദ് അന്ന് ഉണ്ടായി നമ്മളൊപ്പം. നിതീഷിനോട് പറഞ്ഞു, നിതീഷ് ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിനാഷ് ചേട്ടനെ കാണാൻ പോകുമ്പോൾ എന്നെ വിളിക്കണേ. അപ്പോൾ ഇത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, എന്നാൽ ബാബയ്ക്ക് ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അതും കൊണ്ട് വന്നതാണ് ഞാൻ ആ പൈസ. അപ്പോൾ 10,000 റുപ്യാണ് അയച്ചു തന്നത്. ഞാൻ അതിൻ്റെ എന്താ വെച്ചാൽ നമ്മൾ തരുന്ന പൈസയും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാണിക്കണം. ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ തരുന്നവർക്ക് അറിയാം നമ്മൾ എത്ര തന്നിനെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഇടയിൽ ഈ ചാരിറ്റി അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ പൈസയെല്ലാം ഞാൻ എല്ലാവരോടും പറഞ്ഞത് ലോട്ടറി എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കേണ്ട, അഭിനാഷ് ചേട്ടൻ്റെ നമ്പർ കൊടുത്തിട്ട് അതിലേക്ക് അയച്ചോന്നാണ്. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ മറന്നു പോകുമോ, എന്തെങ്കിലും ചെയ്തു പോയാൽ അത് വലിയ തെറ്റായി മാറും. അപ്പോൾ നമ്മൾ പൈസേൻ്റെ കാര്യം ചെയ്യുമ്പോൾ എപ്പോൾ ഞാൻ പണ്ടേ എനിക്ക് പൈസേൻ്റെ കാര്യം എന്തെങ്കിലും ചെയ്യുമ്പോൾ അത്രയും ടെൻഷനും പേടിയോ അത്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പാടന്നെ എടുത്ത് നിശ കൊടുത്തോ. അപ്പോൾ അത് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000 റുപ്യ അല്ല, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനാഷ് ചേട്ടനെ സംബന്ധിച്ചോ ഇതൊരു കോടീൻ്റെ വിലയുണ്ട്. അഭിനാഷ് ചേട്ടൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അഭിനാഷ് ചേട്ടൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 റുപ്യ അയച്ചതാണ് ഏറ്റവും വില ഉള്ളത്. അപ്പോൾ ഈ പൈസേൻ്റെ മൂല്യം എന്നല്ല, 10,000 ആയിക്കോട്ടെ 10 റുപ്യ ആയിക്കോട്ടെ, നമുക്ക് സഹായിക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇവരെ സംഭവം ഒന്നും മനസ്സിലായിരുന്നില്ല. അപ്പോൾ അവർ ചേട്ടാ അത് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടി പറ്റിയൊരു
എന്തൊക്കെ പറയാനുണ്ട് നിങ്ങൾക്ക് അവരോടും? അതുപോലെ തന്നെ നമ്മളെ ലോട്ടറിയും ഒരുപാട് ആൾക്കാർ ലോട്ടറിയും എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒന്നും പറയാൻ കിട്ടില്ല, എന്താ പറയാ. അപ്പോ അഭിയേട്ടാ എന്തെങ്കിലും വേറെ പറയാനുണ്ടോ? നമ്മുടെ വീഡിയോ കാണുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? വീഡിയോ കാണുന്നവര് നേരത്തെ ഉച്ചക്കാണ് കിടന്ന സമയത്ത് ഒരാൾ വിളിച്ചായിരുന്നു. ഒരു ലേഡിയാണ് വിളിച്ചത്. ആരാന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. കിടന്നിട്ടുണ്ടായി. ടിക്കറ്റ് ബാക്കിയുണ്ടോ ചോദിച്ചില്ല എന്ന് പറഞ്ഞു. പൂജ മെമ്പറുണ്ട്, എന്നാൽ ടിക്കറ്റ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ആദ്യം വിളിച്ചു. ഞാൻ 1000 ഉറുപ്പ്യ അയച്ചിട്ടുണ്ട്, മെമ്പറിൻ്റെ പൈസ അയച്ച് ബാക്കി മോൻ എന്തേലും വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു. അതാരാന്നും പറഞ്ഞില്ല. ആരാന്നൊന്നും പറയണ്ട. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് മുഖമോ പേരോ ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല. അതിന് അതാണ് നമ്മൾ പറഞ്ഞത്, ദൈവം എന്ന് പറയുന്നത് ഒരു അതിർവരമ്പിലും പെടാത്ത ആളാണ്. അത് ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, ചിലപ്പോൾ വലിയ ആളായിരിക്കും, അതിന് ഒരു മാനദണ്ഡവും ഇല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരുടെ പല ആൾക്കാരുടെയും അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 100K ആയാൽ സിൽവർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡൻ കിട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ ഡയമണ്ട് കിട്ടും, പിന്നെ അത് കഴിഞ്ഞാൽ റൂബി കിട്ടും, അതിൻ്റെ മേലെ പിന്നെ എന്തെല്ലോ ബട്ടൺ യൂട്യൂബ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാൻ്റെയും അപ്പുറത്ത് വില മതിക്കുന്ന ഒരു സാധനമാണ് യൂട്യൂബ്. കാരണം എനിക്ക് ഈ മുഖത്ത് കാണാൻ പറ്റിയിട്ടുള്ള ചിരി. അപ്പോൾ അതിൻ്റെ എല്ലാൻ്റെയും മേലെ ഞാൻ അതിന് വില കൊടുക്കുന്നുണ്ട്. അതിന് എൻ്റെ കൂടെ നിന്ന് എല്ലാവരോടും, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷം. അന്റെയും അഭിയാടിന്റെയും സ്നേഹവും സന്തോഷവും നിങ്ങളെ അറിയിക്കുന്നു. പഠിക്കില്ലേ? പഠിക്കണ്ടല്ലേ? വലിയതോ സ്ഥലത്താ പഠിക്കണ്ടല്ലോ അല്ലേ? ഹയർ പഠിച്ചാ മതിടാ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആരായിക്കോട്ടെ നമ്മൾ ചിലപ്പോൾ വീണു പോവും. അപ്പോൾ നമുക്കൊരു വേറൊരു ശക്തി നമുക്ക് അവിടെ ജന്മം എടുക്കും. ആ ശക്തിയാണ് ഇത്, അഭിയാൻ്റെ ശക്തിയാണ് ഇത്. എനിക്ക് ഇന്നലെ ഇവൻ ആ ലോട്ടറി എടുത്ത് വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ട് കണ്ണിന് വെള്ളം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവനത് ചിന്തിക്കാൻ പറ്റുന്നതല്ല, ഇവൻ അത്രയും ചെറുതാണ്. പക്ഷേങ്കിൽ ചേച്ചിയുടെ ഇല്ല അല്ലേ? രാവിലെ പോയതാണ്. ഉച്ചക്ക് ചോറ്, വെള്ളം, കയ്യാൻ വെള്ളം എല്ലാം എടുത്തുകൊടുത്തതല്ല. അതെ. അപ്പം അങ്ങനെ ഒരു ശക്തി ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെടും. ആ ശക്തിയാണ് അഭിലാഷേട്ടൻ്റെ ശക്തിയാണ് ഈ കാണുന്നത്. നമ്മളോട്ടെ പോടാ വേണ്ട. എന്നാലേ പിന്നെ ഓക്കെ, ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഓടി വന്നതാണ്. ഒരുപാട് സന്തോഷം. നമ്മൾ പോവാൻ നോക്കുമ്പോഴത്തേക്ക് ചേച്ചി വന്നിട്ടുണ്ട്. ചായ ഇന്നലെയും കുടിച്ചിട്ടില്ല, അപ്പോൾ ഇന്നെന്തായാലും കുടിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അല്ല ഇന്നലെ പിന്നെ അങ്ങനെ തിരക്കിലേക്ക് പോയതല്ലേ. ഇപ്പൊ എന്തായാലും നമ്മള് വരുമ്പോ ഉണ്ടായിട്ടില്ലേ ചേച്ചി മയിലടിയോ പോയിട്ടുണ്ടായിന്. അപ്പോൾ പോകുമ്പോഴത്തേക്കിന് ചായ കുടിച്ചിട്ട് പോയാൽ എന്തായാലും ചായ കുടിച്ചിട്ടേ പോകുന്നു. അപ്പോൾ അഭിയാനൊക്കെ പോയിട്ട് വന്നു. സൈക്കിൾ മേടിക്കാൻ വേണ്ടിയിട്ട് നുള്ളിപ്പൊറുക്കി വെച്ച പൈസ ഇട്ട് വെച്ച ഭണ്ണാരപ്പെട്ടി പൊളിച്ചിട്ട് ആ പൈസ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത അനിയത്തിമാരുള്ള നാടാണ് നമ്മുടെ നാട്. വളർത്തുന്ന ആടിനെ വിറ്റിട്ട് ആ പൈസ ദുരിതം ബാധിച്ചവർക്ക് കൊടുത്ത ഉമ്മമാരുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പോൾ ഈ നാട്ടിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അഭിയാട്ടിൻ്റെ ഒരു സങ്കടം ഞാനൊരു വീഡിയോ ആയി ചെയ്തപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ, അഭിയാട്ടിനെയും അന്നിയും ഇത്രയും സപ്പോർട്ട് ചെയ്തത് നിങ്ങളോട് ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ഇസ്രയേലിൽ നിന്നാണ് ആ പൈസ അയച്ചു തന്നിട്ടുള്ളത്. അവർ അടുത്ത നേഴ്സാണ് അയച്ചി. അപ്പോൾ അതിനോട് പ്രത്യേകം പറഞ്ഞു എൻ്റെ പേരോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും പറയരുത്. അതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. അഭിയാട്ടിനെ വിളിച്ചിട്ട് സപ്പോർട്ട് കൊടുത്തവർ, അതുപോലെ ലോട്ടറി എടുത്തവർ എല്ലാവരോടും ഒരുപാട് സന്തോഷം. അൻപേ ശിവ എന്ന് പറയുന്ന സിനിമയിൽ കമലഹാസൻ പറയുന്നുണ്ട്, അപരൻ്റെ സങ്കടം കണ്ടിട്ട്, നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ സങ്കടം കണ്ടിട്ട് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ദൈവം, നിങ്ങളെ മനസ്സാണ് ദൈവം. അപ്പോൾ അഭിനാഷേട്ടൻ്റെ ആ ഒരു ജീവിത സാഹചര്യം കണ്ടിട്ട് ലോട്ടറി എടുത്തവരുണ്ട്, പൈസ അയച്ചു കൊടുത്തവരുണ്ട്, അതിനപ്പുറം വിളിച്ചിട്ട് ആശ്വാസ വാക്കുകൾ പറഞ്ഞവരുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ദൈവങ്ങളാണ്. അഭിനാഷേട്ടൻ്റെയും നിങ്ങളെയും ഇടക്ക് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.